പശ്ചിമേഷ്യയിലെ യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയവും സൈനിക നേതൃത്വ ഘടനയും വീണ്ടും ആഗോള ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുജ്തബ ഖമേനി എന്ന പേരിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം, അദ്ദേഹത്തിന്റെ സ്ഥാനം, ആരോഗ്യസ്ഥിതി, മരണം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാവുകയാണ്. ഇറാന്റെ പരമോന്നത നേതൃവ്യവസ്ഥയിൽ പുതിയ മാറ്റങ്ങൾ സംഭവിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം തന്നെ രാഷ്ട്രീയ സൈനിക തലത്തിൽ നിരവധി അനുമാനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. മാർച്ച് 9 മുജ്തബയെ ഇറാന്റെ 3ാമത്തെ പരമോന്നത നേതാവായി നിയമിച്ചെന്ന വിവരം പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ പങ്ക് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് വിശകലനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നത് സംശയങ്ങൾക്കിടയാക്കി. പ്രത്യേകിച്ച് പേർഷ്യൻ പുതുവർഷമായ നൗറോസ് ദിനത്തിൽ പോലും ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യുന്നത് ഒരു പതിവ് രാഷ്ട്രീയ മതപരമായ ആചാരമാണെങ്കിലും ഇത്തവണ അത് സംഭവിച്ചില്ല. പകരം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്രസ്താവന മാത്രമാണ് പുറത്തു വന്നത്. ഇത് സിഐഎയും മൊസാദും ഉൾപ്പെടെയുള്ള ആഗോള ഇന്റലിജൻസ് ഏജൻസികളെ കൂടുതൽ ജാഗ്രതയിലാക്കി. സാധാരണയായി ഇത്തരം അവസരങ്ങളിൽ നേതാക്കൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് അവരുടെ അധികാരത്തിന്റെ സ്ഥിരതയും ആരോഗ്യവും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിനാൽ മുജ്തബയുടെ അഭാവം ആരോഗ്യ പ്രശ്നമോ സുരക്ഷാ ഭീഷണിയോ അതല്ലെങ്കിൽ തന്ത്രപരമായ ഒളിച്ചുകളിയോ എന്ന സംശയങ്ങൾ ഉയർന്നു.